ഹലോ. ഇന്നൊരു സാറ്റർഡേ ആണേ. അതായത് എൻ്റെ ഹോൾ വീക്കിലേക്കുള്ള കുക്കിംഗ് പ്രെപ്പ് ഡേ. അപ്പോൾ ഇന്നത്തെ കൃഷി കുറച്ച് പ്രോൺസും പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈയുമാണ്. ഫിഷ് ഫ്രൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബട്ടർ ഫിഷാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോൺസ് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ബട്ടർ ഫിഷ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് മാരിനേറ്റ് ചെയ്യും. അപ്പം ലിയയ്ക്ക് നിർബന്ധം വ്ളോഗ് എടുക്കണം, അതിൽ അവളെയും ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് അവൾ തന്നെ കൊണ്ടുവന്ന് എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ അവളും ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. യൂഷ്വലി ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേനും അരിയാനും പെറുക്കാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ വന്ന് ഇച്ചിരിയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫിഷ് ഫ്രൈക്ക് ഞാൻ യൂസ് ചെയ്തത് സാധാരണ നമ്മുടെ മസാലയാണ്. പ്രോൺസും അതുപോലെ തന്നെ സാധാരണ മസാല വെച്ച് മാരിനേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സവാളയും കാര്യങ്ങളും ഗ്രേവിക്ക് വേണ്ടിയിട്ട് സവാളയും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീനാക്കുന്നു. കുഞ്ഞുള്ളി, എൻ്റെ ഏതൊരു കറിയിലും ഞാൻ കുഞ്ഞുള്ളി യൂസ് ചെയ്യും. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ്, ഒരു സ്വാദ് തരും. ഞാൻ യൂഷ്വലി ഉള്ളിയും ഒക്കെ അരിയുന്നത് ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ്, ടു സേവ് ടൈം. ആൻഡ് ഓൾസോ ഞാൻ മീൽ പ്രെപ്പ് ചെയ്യുമ്പോഴത്തേനും കുറച്ചേറെ ക്വാണ്ടിറ്റി ഞാൻ ചെയ്യുന്നതുകൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി നേരമില്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് പ്രോസസ്സറിൽ യൂസ് ചെയ്യും. നമുക്ക് തിൻ സ്ലൈസായിട്ട് നമുക്ക് സവാളയും കുഞ്ഞുള്ളിയും ഒക്കെ അരിഞ്ഞ് കിട്ടും. ചോപ്പ് ചെയ്യണമെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കും. സോ ഇറ്റ്സ് വെരി ടൈം സേവിങ് ആൻഡ് കൺവീനിയൻറ്റ് ഫോർ മീ. പർപ്പിൾ കളർ സവാള ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തു. സാരമില്ല, എല്ലാം ഒരുപോലൊക്കെ തന്നെയല്ലേ. പിന്നെ ഇത് കുഞ്ഞുള്ളി, അത് ഞാൻ സ്ലൈസാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പ്രോൺസ് ഒരു കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്യും. ഇഷ്ടംപോലെ വാങ്ങിച്ചു, അതുകൊണ്ടത് ഞാൻ ഫ്രൈ ചെയ്യുവാണ്. ലിയയാണ് ഇവിടുത്തെ ക്യാമറാമാൻ. അപ്പോൾ പ്രോൺസ് അവിടെ കിടന്നൊരു സൈഡിൽ കിടന്ന് ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള ഗ്രേവി റെഡിയാക്കാം. അതിന് സവാളയൊക്കെ വഴറ്റണം. ഗ്രേവി നമ്മുടെ യൂഷ്വൽ ഇൻഗ്രീഡിയൻസ് സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റും. എന്നിട്ട് ഉള്ളിയൊക്കെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ തക്കാളി ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ റെഗുലർ മസാല, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇടും ഞാൻ ഇച്ചിരി കൂടെ. എന്നിട്ട് ഞാൻ ഗരം മസാലയും കൂടി ഇടും. ഒരു ചിക്കൻ കറി കൈൻഡ് ഓഫ് മോഡലിലാണ് ഞാൻ ഈ പ്രോൺസ് കറി ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്കിവിടെ എരിവ് നല്ല രീതിയിൽ ഇഷ്ടമായതുകൊണ്ട് ലിയയ്ക്കും എരിവ് നല്ല രീതിയിൽ സ്പൈസി ഫുഡ് അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പച്ചമുളക് ഇച്ചിരി കൂടുതലിട്ടു. ഞാൻ മസാല ഇടുമ്പം ആദ്യം മല്ലിപ്പൊടി ഇടും. എന്നിട്ട് ഞാനത് കുറച്ച് ഒന്ന് വഴറ്റും. കാരണം മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ചേറെ നേരം എടുക്കും. അതുകൊണ്ട് ആദ്യം കുറച്ച് നേരം പച്ചമണം മാറുന്നത് വരെ ഞാനൊന്ന് സോട്ടേ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ മുളക് പൊടി ഇടുന്നത്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും ലിയ പോയി. അവളുടെ എനർജി ലെവൽ ഡൗൺ ആയപ്പോഴത്തേനും അവൾ പോയി. പിന്നെ ഞാൻ എന്തായാലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയതല്ലേ, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി പ്രോൺസിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അന്നത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ കാണിച്ചതുപോലെ ഞാനത് പ്രെപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ഫ്രീസ് ചെയ്യും ഞാൻ. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ഇച്ചിരി വെണ്ടയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക അരിയുവാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും മുന്നേ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ മീൻ വറപ്പ്, ഷ്രിമ്പ് ഫ്രൈ ചെയ്ത അതേ പാനിലോട്ട് തന്നെ മീനും വറുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ. പിന്നെ അതിന് ശേഷം അടുക്കളയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഞാൻ അന്ന് കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസത്തെ സീനാണേ. ഞാനൊരു പുതിയ ജാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ സിംബയ്ക്ക് അതിൻ്റെ പുതിയ മണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം സ്നിഫ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ഉള്ള കളിയാണ്. സിംബയുടെ കളിയാണ്, നല്ല രസമാണ്. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. കാരണം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഓട്ടമല്ലേ. അപ്പോൾ സൺഡേ ഒരു മോർണിംഗ് മാത്രമാണ് എനിക്കൊന്ന് റിലാക്സ് ചെയ്തൊന്ന് ഇരുന്ന് കാപ്പി കുടിക്കാൻ പറ്റുന്നത്. മറ്റേത് ഓടി നടന്നുള്ള കാപ്പി കുടിയാണ്. ഇന്നൊന്ന് ഇരുന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു സീനാണിത്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ മാസ് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. 3 മണി മുതൽ 4 മണി വരെ മാസ് എടുക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു മൽക്കോട്ടൺ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. ഓണം മുതലേ മൽക്കോട്ടൺ കേട്ട് ഭയങ്കര ഹരമായിട്ടിരിക്കുക മൽക്കോട്ടൺ സാരി. അപ്പം അതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ മൽക്കോട്ടൺ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറയുന്നത് ഭയങ്കര ബട്ടറി സോഫ്റ്റാണ്, ഉടുത്താൽ അറിയത്തില്ല, ബട്ടർ പേപ്പറിനെക്കാട്ടിലും സോഫ്റ്റാണ് എന്നൊക്കെ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി
അത് കറക്റ്റാണ് കേട്ടോ. എല്ലാവരും 1 പ്ലീറ്റ് ഇടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് വിചാരിച്ചു അത് പ്ലീറ്റ് എടുത്ത് നോക്കാമെന്ന്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് പ്ലീറ്റ്സ് കേട്ടോ. കാരണം നമുക്ക് അതിങ്ങനെ ഇങ്ങനെ വഴുവഴാന്ന് കിടക്കുന്നത് കൊണ്ട് അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ പ്ലീറ്റ്സ്. ബട്ട് ഞാൻ പ്ലീറ്റ്സ് എങ്ങനെയൊക്കെ ഒപ്പിച്ചു, തേച്ചൊക്കെ എടുത്തു. പക്ഷേ തേച്ചെടുത്താലും പ്ലീറ്റ്സ് അതിൻ്റെ ഒരു രീതിയിൽ യൂഷ്വലി നമ്മളൊരു പട്ട് സാരിയോ കോട്ടൺ സാരിയോ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ നിൽക്കും. പക്ഷേ ഇതത് നിൽക്കത്തില്ല, ഭയങ്കര സോഫ്റ്റാണ്. എല്ലാവരും പറയുന്ന പോലെ ആ സാരി ഉടുത്തെന്ന് നമുക്ക് ഫീൽ വരത്തില്ല, ഒരു ഹെവിനെസ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ മൽക്കോട്ടൺ സാരി ഐ വുഡ് റെക്കമെൻഡ് യു ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 ബിക്കോസ് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്, ഭയങ്കര തിന്നാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് നനയ്ക്കാൻ പറ്റുന്ന സാരിയാണ്, കാരണം നനച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ പോകും. സോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പം ഞാൻ പ്രീ പ്ലീറ്റൊക്കെ ചെയ്തു. ഞാൻ മിക്ക സാരികളും പ്രീ പ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉടുക്കുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പിൻ ചെയ്താൽ മതി, പിൻ ചെയ്തെടുത്ത് അറേഞ്ച് ചെയ്തെടുത്താൽ മതി. സോ ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ സാരിയിൽ ഫ്ലഫി പ്ലീറ്റ്സ് ആണ് എടുത്തത്, അതുകൊണ്ട് അത് ഹാങ്ങർ ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഹാങ്ങറിലാക്കി ഞാൻ അത് വെച്ചിരുന്നു. അപ്പോൾ സമയമാകുമ്പോഴത്തേനും അത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ടു ഗോ ടു ചർച്ച്. രാവിലെ തന്നെ സ്കിൻ കെയർ ചെയ്തതുകൊണ്ട് ജസ്റ്റ് മുഖം വെള്ളം വെച്ചൊന്ന് വാഷ് ചെയ്തിട്ട്, നോ ക്ലെൻസർ, ജസ്റ്റ് വാട്ടർ വാഷ് ചെയ്തിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടു. സൺസ്ക്രീൻ ഇട്ടപ്പോൾ തന്നെ സെറ്റായി. പിന്നെ മേക്കപ്പ് സ്പഞ്ച് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഐ യൂഷ്വലി ഗോ ഫോർ മീഡിയം ടു ലോ കവറേജ് ഫൗണ്ടേഷൻ. അപ്പം ഞാൻ കണ്ണിൻ്റെ അടിവശത്ത് ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് കഴുത്തിലും ഫൗണ്ടേഷൻ്റെ ഡോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള ഫേസിൽ ഞാൻ ജസ്റ്റ് ആ ബ്ലെൻഡർ വെച്ചൊന്ന് ടച്ച് ചെയ്തിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഐ ഡോണ്ട് നീഡ് ദാറ്റ് മച്ച് ഓഫ് കവറേജ്, അല്ലെങ്കിൽ ഞാൻ മൈക്കിൾ ജാക്സനെ പോലെ ഇരിക്കും, അത്രയ്ക്ക് വെളുപ്പ് വേണ്ട. അതുകൊണ്ട് ലൈറ്റ് കവറേജ്. പിന്നെ കണ്ണിൻ്റെ അടിവശം അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പം കണ്ണിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് സോ ദാറ്റ് അത് കേക്കി ആയിട്ടിരിക്കത്തില്ല, അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ജസ്റ്റ് ഡാപ്പ് 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 ഡാപ്പ്, ദാറ്റ്സ് ഓൾ യു ഗോട്ട് ടു ഡു. പിന്നെ നെറ്റിയിലും അതുപോലെ തന്നെ ബ്ലെൻഡറിലെടുത്തിട്ട് ഞാനത് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും കവറേജിൻ്റെ ആവശ്യമില്ല. അത്രയും ആകുമ്പോഴത്തേനും എനിക്ക് നല്ല സ്മൂത്ത് കവറേജ് കിട്ടും. പിന്നെ നമ്മുടെ കഴുത്ത് നമ്മൾ മറക്കരുത്, കണ്ടില്ലേ, ഈവൻ കവറേജ്, ഫ്ലോലെസ്. പിന്നെ ആസ് യൂഷ്വൽ ബ്ലഷ് നമ്മൾ ചീക്ക് ബോൺസിലിട്ട് കൊടുക്കുമ്പോഴത്തേനും ഒരു ഹൈ ലിഫ്റ്റ് കിട്ടും നമ്മുടെ ഫേസിന്, അതുകൊണ്ടാണ് അവിടെ ഇടുന്നത്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ ടിപ്പ് ഓഫ് യുവർ നോസ്. പിന്നെ എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് പൗഡർ, ഞാനിവിടെ മെബിലിൻ ഫിറ്റ് മീയുടെ ഒരു സെറ്റിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ആക്ച്വലി എനിക്ക് ഡൂയി ആണ് ഇഷ്ടം, ബട്ട് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഐബ്രോസ്, ആസ് യൂഷ്വൽ ഐബ്രോസ് യൂഷ്വലി ഡിഫൈൻ യുവർ ഫേസ്. സോ ഐബ്രോസ് ഒന്ന് ഞാൻ എപ്പോൾ എവിടെ പോയാലും ഐബ്രോസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പോയി സാരി ഉടുത്തു. അത് നേരത്തെ സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അത് ഉടുക്കാൻ വളരെ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഐലൈനർ, ചെറിയൊരു ലൈൻ ഐലൈനറിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടും. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ എന്നൊന്നും ചെയ്യത്തില്ല, എങ്ങനെയെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഞാൻ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യും. ആദ്യം ഞാൻ ഷെയ്ഡ് നോക്കും, ഷെയ്ഡിനനുസരിച്ച് എനിക്ക് ആക്ച്വലി 2 ന്യൂഡ് ലിപ്പ് ലൈനേഴ്സാണ്, ഒന്നൊരു ഡാർക്കും ഒന്ന് ലൈറ്റ് ന്യൂഡും. സോ ഇറ്റ് വിൽ ഗോ വിത്ത് എവറി കളേഴ്സ്. സോ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് പുറത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൈൻഡ് ഓഫ് വാഷ് ഓഫ് ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തന്നെ ഇട്ടിട്ട് ചിരി വന്നു കേട്ടോ. ഞാൻ തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുക. എനിക്കതിന് ചിരി വന്നു, എന്തോ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു കേട്ടോ. വേറൊരു കളറ് മിക്സ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ ഞാൻ അതിന് ശേഷം വേറൊരു പരിപാടി ചെയ്തത് പിന്നെ കാണിക്കാം. ഞാനൊരു പെർഫ്യൂം, പിന്നെ ഒരു റെഗുലർ ജുംക്ക, പിന്നെ ഒരു സിമ്പിൾ മാല. എവിടെ പോയാലും ലിയയ്ക്ക്, എസ്പെഷ്യലി എന്തെങ്കിലും ഇന്ത്യൻ ഫംഗ്ഷന് പോകുമ്പോൾ ലിയയ്ക്ക് പൊട്ട് മസ്റ്റാണേ. അപ്പോൾ ലിയയ്ക്ക് പൊട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പൊട്ട് തൊട്ടപ്പം അവളെയും കൂടെ വിളിച്ചു. അവൾക്കും പൊട്ട് കുത്തുന്ന ഒരു പ്രഹസനമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ വളകൾ, ഞാൻ എപ്പോഴും ഓർണമെൻറ്റ്സ് ഇടുമ്പോഴത്തേനും അതിന് മിസ്മാച്ചായിട്ട് ഞാൻ ഓർണമെൻറ്റ്സ് എടുത്തുള്ളൂ. കാരണം നമ്മൾ എന്തൊരു ഓർണമെൻ്റ് ഇട്ടാലും മാച്ചിങ് കളറായി കഴിഞ്ഞാൽ അതിലങ്ങ് ബ്ലെൻഡായിപ്പോവും. അപ്പോൾ അത് എറിച്ച് നിൽക്കണം, ഒരു വേറൊരു വ്യൂ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ കളറ്, വെടിക്കെട്ട് കളറ് വള ഇട്ടത്, കണ്ടില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടായില്ല, കാരണം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതാണിത്.
ആ ലിപ്സ്റ്റിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് ചിരി വരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തു. ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തപ്പോഴത്തേനും സുന്ദരിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ചിരി മാറി, ആ വാളിച്ച ചിരി മാറിയിട്ട് നല്ല ചിരിയായി. ഇപ്പം ഇച്ചിരി പൗട്ടൊക്കെ ഇട്ട് ഇനി ഇച്ചിരി സൗന്ദര്യം ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പോയി പള്ളിയിൽ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രോൺസ് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചെന്ന്. അത് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ പുറത്തെടുത്ത് വയ്ക്കും. അപ്പോൾ വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേനും അതൊരു ഡീഫ്രോസ്റ്റായ പരുവത്തിലിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ കറിയാക്കി തിളച്ച വെള്ളം ഒഴിച്ച് ഗ്രേവി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ആ പ്രോൺസും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമ്മുടെ ആവശ്യത്തിന്, ഇനിയിപ്പം കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളകും ഇടാം. പിന്നെ ഒരു ലേശം ഗരം മസാലയും കൂടി ഇട്ട് അടച്ച് സിമ്മിലിട്ട് അപ്പോഴത്തേനും കറി നല്ല കുറുകി വരും. ഞാൻ ജോലി കഴിഞ്ഞ് ആകെപ്പാടെ ടയേർഡായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.